നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവിയും ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായിരുന്ന പി ശ്രീധരൻ സാറ് ശ്രീധരൻ ചെറുവണ്ണൂരിൻ്റെ കരിമ്പൻ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയുമായി സംവദിക്കുകയാണ്. നമസ്കാരം ശ്രീധരൻ. നമസ്കാരം. ശ്രീധരൻ ചെറുവണ്ണൂർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുതിയ തലമുറയുടെ വക്താവായ ഒരു കവിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ യുവകവി എന്ന് പുതിയ ഭാഷയിൽ പറയാം. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ചിന്തകൾക്ക് ഒരു തലമുറകളുടെ അന്തരം ഉണ്ടാവാം, പക്ഷെ അത് ഒരു അന്തരമല്ല എന്നാണ് ശ്രീധരൻ്റെ കരിമ്പൻ എന്ന കവിതാ സമാഹാരം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. നമുക്ക് ഈ കരിമ്പൻ എന്ന പേര് മുതൽ തന്നെ ഒന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം അതൊരു വിചിത്രമായ പേര് എന്ന് നമുക്ക് ആദ്യം തോന്നാം, പക്ഷേ ആ വൈചിത്രത്തിന് ഒരു ഭംഗിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ആദ്യത്തെ ഘടകം. ഇങ്ങനെ കരിമ്പൻ എന്ന് പറയുമ്പോൾ ആ കറുപ്പിൻ്റെ ഒരു ചിഹ്നം അതിലുണ്ട്, ആ കറുപ്പിൻ്റെ ഒരു ആധിക്യം അതുണ്ട്. എന്തുകൊണ്ട് വെളുമ്പൻ എന്ന് പേരിട്ടില്ല എന്ന് നമ്മൾ ചോദിക്കാം. പക്ഷെ അവിടെ തന്നെയാണ് ഞാൻ തുടങ്ങുന്ന കാര്യം. എന്തുകൊണ്ടാണ് കരിമ്പൻ എന്ന നാമധേയം ഈ പുസ്തകത്തിന് വരാൻ കാരണം? ശ്രീധരൻ്റെ ഒരു ചെറിയ വിശദീകരണം കിട്ടിയാൽ എനിക്കത് തുടങ്ങാം. ഞാൻ ജനിച്ചത് തന്നെ ഈ ജാതീയതയിൽ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ ചുറ്റുപാടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ഞാനൊരു 4-5 വയസ്സാകുമ്പോൾ ആ കുളത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ, അതായത് വയലിൻ്റെ അടുത്താണ് എൻ്റെ വീട്. കുളത്തിൻ്റെ അടുത്തൂടെ നടന്നു പോകാൻ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് പോകാൻ കഴിയും. അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും, ഓം ഓം എന്നുള്ള ശബ്ദം ഉണ്ടാകും. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അത് അവിടുന്ന് കുളത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ, ഞാൻ പോകുമ്പോൾ പ്രശ്നമില്ല, മറ്റുള്ള ആൾക്കാർ പോകുമ്പോൾ ഓം ഓം മോനെ അത് ഒക്കെ അതിനൊരുപാട് കഥ പറയാനുണ്ട്, ചിലർ പോകുമ്പോൾ അങ്ങനെയാണ്. അമ്മ പൂർണ്ണമായിട്ടത് എന്നോട് തുറന്നു പറഞ്ഞില്ല. അപ്പോൾ അതെൻ്റെ ഒരു അന്വേഷണത്തോടെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, മറ്റുള്ളവരൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു ഞാൻ കുട്ടിയായതുകൊണ്ടായിരിക്കും ഇല്ലേ എന്ന് ഞാൻ മനസ്സിൽ സ്വയം സമാധാനിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, വയലിൻ്റെ അടുത്ത വീടായതുകൊണ്ട് വെള്ളം കോരി കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പം സ്വയം എൻ്റെ മനസ്സ് ചോദിച്ചത് അവർക്ക് എന്താ കോരിക്കൊടുത്തത് സ്വയം. അപ്പോൾ ഒരു നാളിൽ വന്നിട്ട് പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു, അവർ കോരിക്കോട്ടെ, ഇവിടെ കോരി കൊടുക്കാൻ ആളില്ല, അവർ തന്നെ കോരിക്കോട്ടെ എന്ന് പറയുന്നു. അത് കോരിക്കൊടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം മുത്തച്ഛൻ വന്നിട്ട് എന്തിനാ അങ്ങനെ കോരാൻ സമ്മതം കൊടുത്തത് എന്നുള്ളൊരു പ്രശ്നം അച്ഛൻ വളരെ സൈലൻ്റ് ആയിരുന്നു, പാവമായിരുന്നു. അവർ കോരിക്കോട്ടെ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നോക്കി ഇന്നത്തെ കാലത്ത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു അന്വേഷണം എൻ്റെ മനസ്സിലിട്ടപ്പോൾ അമ്മയിൽ നിന്നൊന്നും കിട്ടിയില്ല. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ കിട്ടി, അച്ഛൻ തുറന്ന് അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒരു വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു ജീവിതം, എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം ആയിരുന്നു. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. എന്നാൽ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരു ജാതീയതയുടെ സ്പിരിറ്റാണ് ഇതിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം മറ്റൊന്ന്, വയലിലൂടെ പിന്നെ ഉള്ള ഇവരെയൊക്കെ ഞാറ് നടുമ്പോൾ ഉണ്ടാകുന്ന, ഞാറ് നട്ട് കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന സന്ധ്യ കഴിയുമ്പോൾ പോകുന്നത്, സന്ധ്യ കഴിഞ്ഞിട്ട് ഇരുട്ടാകുമ്പോൾ പോകുന്നു, എന്തുകൊണ്ട് പിന്നെ അങ്ങനെ വരുന്നു, നേരത്തെ കയറി പോകുന്നു, ഇതൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് അവരങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ അവരെ കൊണ്ട് അത്രയും ഒക്കെ പണിയെടുപ്പിക്കുന്നു, ഇങ്ങനെയുള്ള ഓരോരോ വേണ്ടാത്ത അങ്ങനെയുള്ള ഒരു അന്വേഷണത്തോടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നു. അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാലത്തെ വായനയും സമൂഹമായിട്ടുള്ള ഇടപെടലിൽ എനിക്ക് വേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ മുണ്ടിൽ ഇങ്ങനെ കരിമ്പം കണ്ടത്. ഞാൻ നേരത്തെ മനസ്സിലിട്ടുകൊണ്ടിരുന്ന ആ അടുപ്പിക്കാൻ സമൂഹത്തിലെ വീട്ടിലേക്ക് കയറി വെക്കാൻ പറ്റാത്ത കീഴാളൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് പതിയുകയും, എൻ്റെ വീട്ടിലാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു, ആരെയും കയറി ഇരുത്തുന്നതും പിന്നെ ചിരട്ടയിലൊന്നും അല്ലാതെ ഗ്ലാസ്സിൽ തന്നെ ചായ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ള ഒരു ഉൽപ്പതിഷ്ണ മനോഭാവമായിരുന്നു അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അത് എന്തോന്നറിയില്ല, അത് ആ ഒരു സോഷ്യൽ
മെന്റാലിറ്റി തന്നെയാണ്. അതാണ് എനിക്ക് പകർന്നു കിട്ടിയത്. അതുകൊണ്ട് എന്തിന് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനിങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് എൻ്റെ മനസ്സിലെടുത്ത് കേട്ടിയപ്പോൾ ഉണ്ടായതാണ് കരിമ്പൻ്റെയും വെളുമ്പൻ്റെയും ഒരു ചിത്രം. ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമായി വാസ്തവത്തിൽ. അത് അവിടെ കാലഘട്ടം മാറി വരുന്ന ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ ജനിക്കുന്നത്. ആ മാറി വരുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ചോദിച്ചു. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ വെള്ളം കോരിച്ചത് മുഴുവൻ അന്ന് ഇങ്ങനെ എൻ്റെ മുൻ തലമുറക്കാർ അകറ്റി നിർത്തിയിരുന്ന. അപ്പോൾ ശ്രീധരൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, ഈ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലെ ചിത്രം ആണ് ഈ പേരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. അപ്പോൾ അത് മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ ഈ കവിതകളിലൊക്കെ ഒരുപാട് ബിംബ കൽപ്പനകൾ ശ്രീധരൻ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. വാരി വിതറിയ എന്നാണ് ഞാൻ പറയുക. കവിതയ്ക്ക് ഇത്രയൊന്നും ബിംബകൽപ്പനകളൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു ബിംബകൽപ്പയെ അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പുതിയ രീതി. അതിനും അപ്പുറത്ത് ഈ ധാരാളിത്തമാണ്, ആശയങ്ങളുടെ ഒരു ധാരാളിത്തം, ബിംബങ്ങളുടെ ഒരു ധാരാളിത്തം, അത് മുഴുവനും ഈ കരിമ്പൻ എന്ന കൃതികളിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മനോഹരമായ സമ്പന്നമായ ഒരു പശ്ചാത്തലം ശ്രീധരനിൽ ഉണ്ട്. ഒരു പഴയ വായനയുടെ അല്ലെങ്കിൽ പഴയ ഒരു സംസ്കൃതിയുടെ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വായിക്കാനും ആഗിരണം ചെയ്യാനുള്ള ഒരു കരുത്ത് ശ്രീധരൻ ആർജിച്ചെടുത്തത്? അതെ, ഞാൻ സാറേ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ അന്ന് വായിക്കാൻ സത്യത്തിൽ എൻ്റെ നാട്ടിലൊരു കണാരട്ട് എന്ന് പറഞ്ഞാൽ ചായക്കട മാത്രമേ ഉള്ളൂ. അവിടെ പത്രം വായിക്കാനുള്ള അവസരം ഉണ്ടാകും. പിന്നെ ചെറുവണ്ണൂർ ഉള്ള ഒരു ഗ്രന്ഥശാലയുണ്ട്, അവിടെ പോയിട്ട് പുസ്തകം. ചെറുവണ്ണൂർ ഞാൻ പഠിച്ചിരുന്ന ഗവൺമെൻറ് UP സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു 6 കിലോമീറ്ററിൻ്റെ പുറത്തുണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്താൻ, നടന്നു വരും. വല്ലപ്പോഴും അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും. അത് എടുക്കുന്ന കാര്യം തന്നെ ഭയങ്കര നിബന്ധനയായിരുന്നു. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിൽ ഒരു ശിവദാസൻ മാഷുണ്ടായിരുന്നു. ആ സാറ് അന്നാണ് പിന്നെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പിറവികൊണ്ടത്. അദ്ദേഹം അതിനെക്കുറിച്ച് മല്ലാക്കനെ പറ്റിയും അപ്പുക്കിളി ഒരു ഭയങ്കര പ്രതീകമാണല്ലോ, അപ്പുക്കിളിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കോരി ധരിച്ചു പോയി. എനിക്കതെന്തായാലും വായിക്കണം. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു, സാറേ എനിക്ക് ആ പുസ്തകം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലായിട്ട് വേറെ നാരായണ മാഷ് ഉണ്ടായിരുന്നു. നാരായണ മാഷ എടുത്തുണ്ട്. ഞാൻ പറയാം നീ പോയി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഈ നാരായണ മാഷ എടുത്ത് പോയിട്ട് ശിവദാസൻ സാറ് റെക്കമെൻഡിലൂടെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് വായിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു കോരിത്തരപ്പ്, പുതിയ രീതികൾ. ഞാൻ അന്ന് ചെറുതാണെന്നുണ്ടെങ്കിലും എനിക്കത് വളരെ ആകർഷണീയമായിട്ട് തോന്നി. അങ്ങനെ വായിക്കാൻ 1 വട്ടമല്ല 2 വട്ടം വായിച്ചിട്ടാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. അപ്പം അന്നുണ്ട് ഈ വായനയുടെ ഒരു ത്വര. എങ്ങനെയെങ്കിലും എനിക്ക് ഈ വായനാ ലോകത്തെ ഒന്ന് വായനാ ലോകത്തെ, എഴുത്തിലേക്കല്ല, വായനാ ലോകത്തെ കീഴടക്കണം. ഞാൻ ഈ പറഞ്ഞ ഈ സമത്വ സുന്ദരമായ ഒരു ഭൂമിയിലെ മനുഷ്യനായിട്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കാൻ എന്താണ് എനിക്ക് പ്രചോദനമായി വരിക, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ എന്താണ്, അതെൻ്റെ വായനയെ ഉപയോഗപ്പെടുത്തുകയില്ലേ എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഞാൻ വായനയിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് പറയാം. ഇതിപ്പോ ഒരു ബാഹ്യമായ വായന, ആന്തരികമായ വായന, അങ്ങനെ 2 തരം വായനകളെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ ശ്രീധരൻ പറഞ്ഞത് ഒരു ആന്തരികമായ വായന. ബാഹ്യമായ വെറുതെ ഞാനൊക്കെ വടക്കൻ പാട്ട് വായിച്ച മാതിരിയുള്ള ഒരു ബാഹ്യമായ വായന, അതൊരു ഈണത്തിന് വേണ്ടി വായനതാണ്. ഇവിടെ അപ്പുക്കിളിയുടെയും ആ കാലഘട്ടത്തിന്റെ രവി കഴിഞ്ഞുകൂടിയ താക്കിന്റെയും ചിത്രം വരണമെങ്കിൽ അതൊരു ആന്തരികമായ വായന ആവും. ഈ ആന്തരികമായ വായന നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു സാമൂഹ്യ ബോധമുണ്ടാകും. നമുക്ക് നമ്മുടേതായ നമ്മൾ ആർജിച്ച ഒരു കുടുംബപരമായ പശ്ചാത്തലം, നമ്മൾ കഴിഞ്ഞുകൂടിയ ഗ്രാമം, അതിൻ്റെതായ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഉൾക്കാഴ്ച ഈ കവിതകൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ ആ ഉൾക്കാഴ്ച എവിടെയോ കിടക്കുന്നുണ്ട്. അത് ആർജിച്ചത് എങ്ങനെയാണ്? ആ അമ്മയിൽ നിന്നാവാം, അച്ഛനിൽ നിന്നാവാം, അല്ലെങ്കിൽ മുത്തശ്ശിയിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ പുരാണ വായനകളിൽ നിന്നാവാം. അതെങ്ങനെയാണ് ശ്രീധരന്റെ ഒരു തന്ത്രം? ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ സാർ, ഈ പട്ടിണിയും പരിവട്ടം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഈ പട്ടിണിയും പരിവട്ടം ധാരാളം കേട്ടറിഞ്ഞു. കുറച്ചൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കിട്ടാനില്ല, അരി കിട്ടാത്ത അവസ്ഥ, വാങ്ങാൻ കിട്ടാത്ത, പൈസ ഉണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ആയിട്ട് അങ്ങനെ സത്യം പറയാൻ വെച്ചാൽ വാഴക്കണ്ടി അടക്കം പൊളിഞ്ഞു തിന്നിരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തികച്ചും
ഈ സമൂഹത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും, ഒരു സമത്വസുന്ദരമായ ഒരു സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ചിന്ത എൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ തിരയടിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അനുകൂലമായ വായിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഒന്നും അല്ലെങ്കിൽ പോലും പലയിടത്തുനിന്നും ഇങ്ങനെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവുകയും സ്കൂളിൽ സാറന്മാർ അതിനെ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് സ്കൂളിൽ കവിത എഴുതണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രേരണയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ സമൂഹത്തിന് എനിക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണം. സംഭാവന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സമത്വസുന്ദരമായിട്ട് എല്ലാവരെയും ഒരേ കോണിലൂടെ കാണാനുള്ള, തോളോട് തോളിട്ട് ചേർന്ന് നടക്കാനുള്ള, ഒരേപോലെ ജീവിക്കാനുള്ള, സാറ് വീട്ടിൽ ഞാൻ കയറി വന്നിരുന്നത് പോലെ എല്ലാവർക്കും എല്ലായിടത്തിലും കയറിയിരിക്കാനുള്ള ഒരു ഭാവനാസമ്പന്നമായ ഒരു ഭൂമി സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉൾത്തൊര എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വായനയെ മുന്നോട്ടിലേക്ക് നയിച്ചത്. അത് ഞാൻ ഓർക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം, അതായത് ഒരു 40കളുടെ അവസാന പാദം, അല്ലെങ്കിൽ 1944 ശേഷമുള്ള ആ കാലഘട്ടം, 50 വരെയുള്ള കാലഘട്ടം. അപ്പം അന്നൊക്കെ കുട്ടികൾ ഒന്നിച്ച് കളിക്കാൻ ഇറങ്ങും. അവിടെ വൈജാത്യമില്ല, ആര് ഏത് എന്നുള്ള ചോദ്യമില്ല, അയൽ പക്കത്തെ എല്ലാവരും വരും. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ ആണ് ഈ വ്യത്യാസം അന്ന് അനുഭവപ്പെടും. നീ കുളിച്ചോ എന്ന ചോദ്യത്തിൽ നിന്നാണ് അത് വരുന്നത്. ഞാനല്ല, ഞങ്ങൾ എല്ലാവരും കുളിച്ചു എന്നല്ല, അത് കഴിഞ്ഞ് വീണ്ടും കുളിച്ചോ, അത് കുളിച്ചു വീണ്ടും കുളിച്ചോ. അപ്പൊ ഈ വീണ്ടും കുളി എന്താണ് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അപ്പൊ ഈ വീണ്ടും കുളി ഇപ്പൊ ശ്രീധരൻ പറയുമ്പോൾ ആ കാലഘട്ടം അത് ഇതിൽ നിന്നും പിന്നീട് വന്ന ഒരു കാലഘട്ടം, എന്നിൽ നിന്നും എന്റെ കാലഘട്ടവും കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം. അന്നും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അത്ഭുതം ഇന്ന് ഉണ്ട്. ആ അത്ഭുതം മുഴുവൻ ഈ കരിമ്പൻ എന്ന പേര് മുതൽക്ക്, കരിമ്പൻ കുത്ത് എന്ന് പറയുന്നു, അത് കരിമ്പൻ, അത് ചീത്തയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ശ്രീധരൻ ഈ കരിമ്പൻ എന്ന പേര്, അത് ചീത്തയല്ല, അത് നല്ലതാണ് ഈ കരിമ്പൻ കുത്തുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു കാവ്യ ഭാഷ, ഒരു കവിത എഴുതാൻ ഒരു ഭാഷ വേണം. നമ്മൾ വെറുതെ അക്ഷരം അറിഞ്ഞാൽ കവിത ആവില്ല. നമ്മൾ വ്യാകരണം പഠിച്ച് അതനുസരിച്ച് കവിത എഴുതുക. ഈ കവിതയുടെ ഭാഷ ഉണ്ടാക്കണം. ഇപ്പോൾ പുല്ലിൽ തൂകിയ തവിട് പോലെ എന്നുള്ളത് അമ്മയുടെ ഒരു കാവ്യഭാഷ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഒരുപാട് കാവ്യഭാഷയുടെ പ്രയോഗങ്ങൾ ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാം. എല്ലാ കവിതകളും എടുത്ത് വായിച്ചു നോക്കിയാലും അത് കാണാം. ഈ കാവ്യഭാഷ ആർജിച്ചെടുത്തത് എങ്ങനെയാണ്? കാവ്യഭാഷ ആർജിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ നിരന്തര വായന തന്നെയാണ് സാർ. നന്നായിട്ട് വായിക്കുമായിരുന്നു, നല്ല വായന ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സത്യം പറഞ്ഞാൽ എത്ര മണിവരെ വായിച്ചെന്നെല്ലാം പറഞ്ഞാൽ ശരിക്കും ഒരു രാത്രി 1 മണിവരെ കൂടുതലൊക്കെ വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ചെറിയ കൈയായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എന്നാലും ഇപ്പോൾ പുലർച്ചയ്ക്ക് എണീക്കുന്നു, വളരെ നേരത്തെ എണീറ്റ് ഉള്ള ഒരു ശീലം എനിക്കുണ്ട്. എന്നിട്ട് എൻ്റെ സൃഷ്ടികളിലേക്ക് മുഴുകുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പുലർച്ചയാണ്. അപ്പോൾ ഏകാന്തമായ ഒരു സൈലന്റ് മൈൻഡ് നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് വന്നത്. മറ്റൊന്ന്, ഞാൻ തിരിച്ചു കരിമ്പനിലേക്ക് പോകുമ്പോൾ തന്നെ ഈ കരിമ്പൻ എന്നതിൻ്റെ ഒരു പ്രതീകാത്മകമാണിത്, ഡയറക്റ്റ് അപ്രോച്ച് അല്ല, കരിമ്പനും വെളുമ്പനും എന്നുള്ളത്. അപ്പോൾ ഈ കരിമ്പൻ എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞല്ലോ ബിംബങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ കരിമ്പൻ ഇങ്ങനെ നീറി പുകഞ്ഞ് കരിമ്പനെ ആട്ടിപ്പോറ, കരിമ്പൻ എന്ന് പറഞ്ഞാൽ കീഴാളനെ ആട്ടി പുറത്താക്കിയിട്ട് ഇങ്ങനെ നീറി കണ്ണീരൊലിക്കുമ്പോൾ ഒരു വസ്ത്രത്തുണ്ട് കണ്ടപ്പോൾ അത് കരിമ്പന് ഇതില്ല, കീഴാളനായ കരിമ്പന് വസ്ത്രമില്ല, നഗ്നനാണ്. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ചുറ്റിപ്പറ്റണം എന്നുള്ള എനിക്കാണ് ഈ വെളുമ്പൻ്റെ വസ്ത്രത്തിൽ കയറി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നീ ഒരിക്കലും ഇതിൽ ധരിക്കേണ്ടതല്ല, നീ എപ്പോൾ അകറ്റി നിർത്തേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് ഫൂന്ന് പറഞ്ഞിട്ട് ആട്ടി പുറത്താക്കുന്ന ഒരു ചിത്രമാണ് ഇത്. വെളുമ്പൻ്റെ ഒരു ചിത്രമാണ് കരിമ്പനിൽ പ്രതിഭാദിവശമെന്ന്. അങ്ങനെ കണ്ണീരൊലിപ്പിച്ച് എനിക്ക് ഒരിടത്തും ഇടം തരുന്നില്ലല്ലോ എന്ന് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ആ കരിമ്പൻ്റെ പീലികൾ ഒപ്പിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വായനക്കാരനും സമൂഹവും എല്ലാം ഇറങ്ങി ആ പീലികൾ ഒപ്പി നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് കവിതയിൽ പ്രതിപാദ്യമല്ലെങ്കിലും അത് വായനക്കാരൻ വായിച്ചെടുക്കേണ്ട ഒരു സംഗതിയാക്കി മാറ്റിത്തെറുന്നെടുത്ത് കരിമ്പനെ കൊണ്ടെത്തിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ പുതിയ ഭാവുകത്വം. അപ്പം 1900-ലെയും
2000-2000-ലെയും 2010-ലെയും അല്ല 2020 ശേഷമുള്ള ഒരു ഭാവുകത്വത്തെയാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത്. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് സാരക്കുള്ള ആളുകളാണ് അഭിപ്രായം പറയേണ്ടത്. കവിതകളിലൂടെ വായിക്കുമ്പോൾ ഇത് വളരെ പുരുഷമായ ഒരു പഠന രീതി ആവശ്യമുള്ള കവിതകളാണ് ഈ കവിതകൾ. ചെറിയ ചെറിയ പണ്ട് മുക്തകങ്ങൾ എന്ന് പറയുന്നത്, ഈ മുക്തകങ്ങളുടെ ഒരു ഭാഷയിൽ നിന്ന് അല്പം മാറി ഇവിടെ ഒരു ശ്ലഥ വൃത്തത്തിലാണ് ഇതിൽ എല്ലാം വിന്യസിച്ചിരിക്കുന്നത്. ആ ശ്ലഥവൃത്തത്തിലേക്ക് വന്ന് ഈ മുക്തകങ്ങളെ പുതിയ കാലഘട്ടത്തിന്റെ രീതിയിലേക്ക് മാറ്റി. അതിനാണ് പുതിയ കാവ്യഭാവുകത്വം. ഈ കാവ്യഭാവുകത്വം ഇപ്പോ പുരാണ ഇതിഹാസങ്ങളുടെ രചന രീതിയുണ്ട്. ഇപ്പൊ രാമായണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കഥകളോ അത് കഴിഞ്ഞ് നമ്മുടെ തലമുറ മഹാകവികളുടെ തലമുറ വന്നു. ഇപ്പൊ കുമാരനാശാൻ, അത് വേറെ ഒരു തരം കാവ്യ ഭാവുകത്വം. അതും കഴിഞ്ഞ് പിന്നീട് കാൽപ്പനികതയുടെ റിയലിസത്തിന്റെ എല്ലാം ഭാവുകത്വം, മാജിക്കൽ റിയലിസത്തിന്റെ ഇതിന്റെ ഒക്കെ വന്നു. അപ്പൊ പണ്ട് ജോൺ ഡൺ അദ്ദേഹം നമ്മുടെ രാമേന്ദ്ര മാഷ് അദ്ദേഹത്തെ കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും. നമുക്ക് ആ ജോൺ ഡന്റെ പാരമ്പര്യം തിരിച്ചു പിടിക്കണമെന്ന്. അതുപോലെ ജോൺ കീറ്റ്സ്, അമേരിക്കൻ പോയിട്ട് 21 വയസ്സ് വരെ മാത്രം നോഷിനർ എന്ന് പറയുന്ന കൃതിയൊക്കെ എഴുതിയിട്ട് വളരെ സമ്പന്നമായി ലോകം അറിയപ്പെടുന്ന 21 വയസ്സിലേക്ക് എത്തിയത് ജോൺ കീറ്റ്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കവിയായിരുന്നു. പിന്നീട് വന്ന തലമുറയൊന്നും അവരുടെ അനുകരിക്കല്ല ചെയ്തത്. ഇപ്പൊ ചങ്ങമ്പുഴ കീർത്തനയോ ശല്യോ അനുകരിച്ചല്ല എഴുതിയത്. ശങ്കരക്കുറുപ്പ് വേഴ്സ്വർത്തെ അനുകരിച്ചല്ല എഴുതിയത്. അപ്പോ അവരുടേതായ ഒരു തട്ടകം ഉണ്ടായിരുന്നു, ആ ഒരു ഭാവുകത്വം ഉണ്ടാകും. പിൽക്കാലത്ത് വന്ന തലമുറയാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ശ്രീധരനെ സ്വാധീനിച്ച കവികൾ. ഇപ്പൊ അയ്യപ്പ പണിക്കർ മുതൽ കക്കാട് മുതൽ സച്ചിദാനന്ദൻ മുതൽ KG ശങ്കരപ്പിള്ള മുതൽ അത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എത്രത്തോളം വന്നു എന്നറിയില്ല. അത് വേറൊരു രീതിയായിരുന്നു. പക്ഷെ അപ്പൊ ഈ ഭാവുകത്വങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇന്ന് സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിൽ നിന്നും വേറിട്ടൊരു വഴിയാണ് ഞാൻ എപ്പോഴും, ഒരാളെ സ്വാധീനിക്കുക എന്നുള്ളതല്ല, വേറിട്ടൊരു വഴിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ പുരാണമിഥ്യേ നവസാധു സർവം നജാപി കാവ്യം നവമിഥ്യ കാവ്യം എന്ന്. അതായത് പുരാണമായതുകൊണ്ട് അതിനെ തന്നെ സ്വീകരിക്കണമെന്നുണ്ട്, എന്നാൽ പുതുതായതുകൊണ്ട് പുരാണ രീതിയെ തന്നെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ പുതുതായി വന്നതിനെ ഒരിക്കലും തിരസ്കരിക്കാനും പറ്റില്ല എന്നാണ് കാളിദാസൻ പറഞ്ഞു വെക്കുന്നത്. അതിലൊക്കെ തന്നെ കഴമ്പുള്ള ഒരു സംഗതി ഉണ്ട്. അതായത് പുതിയ ഈ കാലഘട്ടം നമ്മൾ വസ്ത്രങ്ങൾ അണിയുന്ന രീതിയിലായാലും ഭക്ഷണ രീതിയിലായാലും ഒക്കെ വൈവിധ്യത നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലെ വായനക്കാരും ഈ തലമുറയും ഒക്കെ തന്നെ വൈവിധ്യത ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആ വൈവിധ്യത ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പുതിയ ഭാവതലങ്ങളിലൂടെ എങ്ങനെ ഒരു നല്ല ഒരു പ്രമേയത്തെ അവരുടെ ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന കാവ്യബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന ഒരു ചിന്തയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ ഇതിലുള്ള ചെറിയ ഭാവകവിതകളൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് ശ്ലഥ ഫ്രീ വേഴ്സാണ്. ഫ്രീ വേഴ്സ് ശ്ലഥ വൃത്തബദ്ധങ്ങളായ കവിതകൾ എന്ന് പറയാം. അപ്പൊ അതിനപ്പുറത്ത് ഇതിനൊക്കെ വേണമെങ്കിൽ ശ്രീധരന് ഏതെങ്കിലും കേകയിലോ കാർഗളിലോ ഏത് വൃത്തത്തിൽ വേണമെങ്കിലും വിന്യസിക്കാമായിരുന്നു. അത് ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ഹൃദയ ഭാഷ, ഒരു ഹൃദയ ഭാഷയിലാണ് ഓരോ ഭാവഗീതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹൃദയ ഭാഷയിലാണ്. ഈ ഹൃദയ ഭാഷ പഠിക്കുക എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് അനിവാര്യമായതാണ്. തലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാണ്, അത് അനിവാര്യമാണ്. ആ ഹൃദയ ഭാഷയെ കുറിച്ച് എന്താണ് പറയാ? ആ ഹൃദയ ഭാഷ എന്ന് പറയുമ്പോൾ തനതായ റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ റിയലിസ്റ്റിക് ഒറ്റയടിക്ക് സാധാരണക്കാരൻ അങ്ങ് പോകും. ഇപ്പോൾ ഒരു പുരാവസ്തു ഗവേഷകർ ഒരു സാധാരണ ഒരു ഇഷ്ടിക കഷ്ണം കണ്ടു കഴിഞ്ഞാൽ
സാധാരണക്കാരൻ ഒരു ഇഷ്ടികയല്ലേ നമ്മൾ. എന്നാൽ ഒരു പുരാവസ്തു ഗവേഷകന് ഒരു ഇഷ്ടിക കണ്ടാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും അതിൻ്റെ പഴക്കം എത്രയാണ്, അത് ഏതിന് ഉപയോഗിച്ചതാണ്, എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇട്ടു പോകുന്ന സംഗതികളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പുതിയ കറണ്ട് അഫയേഴ്സിലേക്ക് വായനക്കാരൻ്റെ ഹൃദയത്തെ എങ്ങനെ അടുപ്പിക്കാൻ കഴിയും. ആ അടുപ്പിക്കുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിലെ സംഗതികളിൽ നിന്നൊക്കെ ഒരു പ്യൂരിഫിക്കേഷൻ കൊണ്ടുവന്ന് തിരുത്താനുള്ളതൊക്കെ തിരുത്തി നന്മയുടെ ഒരു പാത തുറന്നു കൊടുക്കാൻ പുതുതലമുറയ്ക്ക് കൊടുക്കാൻ കഴിയും. അതാണ് അക്കിത്തം ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ, വെറുതെ തൃശ്ശൂരിൽ ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹം കണ്ട ഒരു പെൺകുട്ടി ഇങ്ങനെ കിടക്കുകയാണ്, റോഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് നേരത്തെ അക്കിത്തം കണ്ടതാണ്. അതിനാണ് അക്കിത്തം എഴുതിയത് പിന്നെ ഇത്, അതായത് പിന്നെ ആ പെൺകുട്ടീനെ നിരത്തിൽ കാക്ക കുത്തി വലിക്കുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ എന്ന ആ കവിതയിലേക്ക്, അതൊരു ഞാൻ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നവ അല്ലെങ്കിൽ ആധുനിക കവിത എഴുതിയ അക്കുത്തം തന്നെ പറയാം. വെളിച്ചം ദുഃഖമാണുണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കും. അത് ഇതിഹാസത്തിൽ 4 വരി മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇതിൽ, അതായത് വെറും 2 വരി കൊണ്ട് ഒരു ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും, അതിലേക്കാണ് പോയിട്ട് നന്മയുടെ പാത എങ്ങനെ തുറന്നു കാട്ടി അതിലൂടെ സഞ്ചരിക്കാൻ കഴിയും വായനക്കാരനും യുവതലമുറയ്ക്കും എന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണുള്ള എഴുത്താണ്. നവാഗത നരവർഗ നവാതിഥി എന്ന് പറയുന്നത്. നരവർഗ നവാതിഥി അത് വലിയ വിപ്ലവത്തിന്റെ കഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അക്കിത്തത്തിന് ഒരു ഏറ്റവും ആധുനിക കവിയായിട്ട് ചിത്രീകരിക്കണം ഇത്തരം പദങ്ങൾ ഉപയോഗിച്ചിട്ട്. മറ്റു പലതും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പം അതാണ്. അപ്പൊ അന്നേ തുടങ്ങുന്നുണ്ട് സംഭവം ഇത്. പക്ഷെ അദ്ദേഹം വൃത്തതാളത്തിലാണ് അത് എഴുതിയെന്ന് മാത്രം ആരും അത്രമാത്രം അതിന് കൽപ്പന വില കൽപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില നിരൂപകർക്ക് എടുത്ത് കാട്ടിയിട്ടുണ്ട്. ചില നിരൂപകരെ എടുത്ത് കാട്ടിയിട്ടുണ്ട്. പരിഗണിക്കപ്പെട്ട കവിതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ 100 വർഷം മുമ്പ് എഴുതിയ കവിതകൾ നോക്കൂ. ബോധധാര പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയായ സീത വായിച്ചു, ഈ അല്ലെങ്കിൽ സിംബോളിക് രീതി എന്ന് നമ്മള് പറയുന്ന വീണപൂവ് വായിച്ചു. ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രചനാതന്ത്രം, ആ രചനാതന്ത്രം ഒരു മാജിക്കൽ, അതിന്റെ അതോടൊപ്പം തന്നെ കവിതയെ പിടിച്ചു നിർത്താനുള്ള കഴിവ്, ഇത് രണ്ടും കൂടി ഈ കവികൾ മാജിക്കൽ ക്രിയേറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ സീതന്റെ ആദ്യകാല കവിതകളിൽ ഞാൻ പറഞ്ഞു ഈ കക്കാടിന്റെ സ്വാധീനം ഉണ്ട്. സ്വാധീനം എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതിയെന്നല്ല, അയ്യപ്പ പണിക്കരുടെ സ്വാധീനമുണ്ട്. കാരണം അദ്ദേഹം ഏറ്റവും വലിയൊരു സോഷ്യൽ കവിതയിൽ കൊണ്ടുവന്നാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം കുഞ്ചൻ നമ്പ്യാർ അതിന് ബദലായിട്ട് ഒരു രീതി, എഴുത്ത് രീതി കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കക്കാട് ആണെങ്കിൽ ഈ പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെയുള്ള ഒരു പുതിയ രീതി. ഇപ്പൊ 1963 അല്ലെ കുരുക്ഷേത്രം അത് കാണും. ഇതൊന്നും ശ്രീധരൻ നേരിട്ട് സ്വാംശീകരിച്ചില്ല. അതേസമയം ഇതിന്റെയൊക്കെ ഉൾക്കാഴ്ചകൾ ഇതിൽ തലമുറയുടെ അതെ സർ, ഒരാളെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കലല്ലോ നമ്മൾ. അതിന്റെ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ പുതിയ ഒരു വഴി വെട്ടിത്തുറക്കുകയും ചെയ്യുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ എൻ്റെ കവിതയെ വിലയിരുത്തിക്കൊണ്ട് കാലടി സർവകലാശാലയിലെ ഡോക്ടർ ചിത്രഭാനു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാലം ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പൊതുജീവിത നന്മകൾ ഒരുപോലെ പൂക്കുന്ന സ്വപ്നങ്ങൾ ഇഴയെടുത്തോടെ നെയ്തെടുക്കുന്നതാണ് കരിമ്പൻ. വർത്തമാന മലയാള കവിതയിലെ കനലുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് ശ്രീധരന്റെ കവിതകളെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ പണ്ട് ആയുർവേദക്കാർ പറയും ആയുർവേദ ചികിത്സാ വിധിയിൽ 2 രീതികളുണ്ട്. ഉഷ്ണം എന്നും ശീതം എന്നും എന്ന് പറയുന്നതാണ്. അപ്പൊ ഉഷ്ണം എന്ന്
ഉഷ്ണ രീതി എന്ന് പറയുന്ന ശരീരത്തിന് ചൂട് ഉണ്ടാക്കിക്കൊണ്ട്, അതെ അതെ, അല്ലെങ്കിൽ മനസ്സിനെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് രോഗത്തെ മാറ്റുക. ഇതും അത് തന്നെയാണ്. മനസ്സിന് ചൂട് കൊടുത്തിട്ടാണ് ഇവിടെ രോഗം ഉണ്ടാക്കുന്നത്. എന്ത് രോഗം? കവിത എഴുത്തിന്റെ രോഗം. അവിടെ ശീതം കൊടുത്തിട്ട് ആണ് ഇവിടെ കവിത എഴുത്ത്. എന്നാൽ സമൂഹത്തിന്റെ എല്ലാ നിഷ്ക്രിയതകളെയും ഇല്ലാതാക്കി ശാന്തമായ നന്മയുടെ ഒരു 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 സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമ്മുടെ രചനയിലുണ്ടല്ലോ സാർ. അതുണ്ടല്ലോ. അപ്പൊ കാഴ്ച എന്നൊരു കവിത ഞാൻ ഇന്നലെ വായിച്ചു. ഇന്നലെ രക്തസാക്ഷിയായ കുന്നിന്റെ ചോരയുടെ അടയാളം പാടത്തെ ബംഗ്ലാവിന്റെ കോലായിലും എന്ന് പറയുമ്പോ നമ്മൾ എന്തൊക്കെയോ വായിച്ചില്ലേ? അതെ അതെ അതെ, ഒരുപാട് വായിച്ചു. അതാ പറഞ്ഞത്, അതൊരു അബ്സ്ട്രാക്റ്റ് വിഷയം വായനക്കാരൻ എങ്ങനെയും കൊണ്ടുപോവാ. അതാണ് എൻ്റെ ഉദ്ദേശം. അയാൾ എങ്ങനെയോ കൊണ്ടുപോട്ടെ. അയാൾക്ക് നമ്മളല്ല, നമ്മൾ എഴുതി കഴിഞ്ഞാൽ സമൂഹത്തിന് വിട്ടുകൊടുത്തു. നമ്മളതിൽ ഒരു എഴുത്തുകാരൻ ഒരിക്കലും അതിൽ ഇടപെടരുത്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വ്യാഖ്യാനിച്ചോട്ടെ. അതിനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു, പുഴയുണ്ടോ, പിന്നെ മരങ്ങളുണ്ടോ, ഇതൊക്കെ ഒരു കാലത്ത് സുഗതകുമാരി ജീവിതം ഒഴിഞ്ഞു വെച്ചതായിരുന്നു പരിസ്ഥിതിക്ക് വേണ്ടി. അപ്പം ഇന്ന് ആ ഒരു കാലഘട്ടം പോയി പോകരുത്. നമ്മൾ കരുതലായിട്ട് നമ്മുടെ യുവതലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് ഒരു കരുതൽ വേണം. ആ കരുതലിന്റെ ഭാഗം കൂടി നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ സാർ. അതാണ് ആ സംഗതി. ഇതിപ്പോ ബിംബഭാഷ എന്ന് നേരത്തെ ആദ്യം നമ്മൾ ചോദിച്ചു. ഈ ബിംബഭാഷയുടെ ഒരു സന്നിവേശം ഈ സമാഹാരത്തിൽ ഉടനീളം ഇതിന്റെ അവസാനത്തെ മുക്തകങ്ങളിൽ വരെ ചെറിയൊരു ബിംബത്തിലൂടെ വലിയ ഒരു സാമ്രാജ്യം. പണ്ട് നമ്മൾ സാധാരണ ഒരു ഓട്ട ഉള്ള വട എടുത്തിട്ട് ഇതിലൂടെ അങ്ങോട്ട് നോക്കൂ, ദൂരദർശനിൽ നോക്കും പോലെ അപ്പുറത്ത് എന്തെല്ലാം ലോകങ്ങൾ കാണുന്നു. അതെ അതെ അതെ, ചെറിയ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അതിനെയാണ് ഒരു വീക്ഷണം, നമ്മുടെ വിശാലമായ സൂക്ഷ്മമായ നിരീക്ഷണം എന്ന് പറയാം. ഇപ്പൊ പ്രകൃതി എന്ന് കണ്ടതാണ് ഇതിന്റെ പാഠങ്ങൾ കേട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പ്രകൃതിയിൽ തന്നെ ഇപ്പൊ എല്ലാരും ഒരുപോലെയല്ല എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വല്ലാത്ത നീറ്റൽ, ആ നീറ്റൽ ഈ കവിതകളിൽ ഒക്കെ കേൾക്കാം. അപ്പൊ ഞാനും അവനും ഒരുപോലെ അല്ലല്ലോ. അതെന്തുകൊണ്ടാ? ചോദ്യം ചെയ്യാം. അവിടെ ചോദ്യം ചെയ്യുന്ന ഒരു കവിയുണ്ട്. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്ന രീതി നല്ലതാണോ കവിതയ്ക്ക്? വേണോ എന്നാണ് എന്റെ ചോദ്യം. ചോദ്യം ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാല്, ഇവിടെ ഇതെല്ലാം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് സാർ. ഉണ്ട്, ഇപ്പോഴുണ്ട് പല സംഗതികൾക്കും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പല സംഗതി. നമ്മുടെ പത്രത്തിൽ പല വാർത്തകൾ വന്നാലും അതിനൊന്നും പ്രതികരിക്കാത്ത ഒരു സാംസ്കാരിക ലോകമുണ്ട്. അപ്പോ അത് പോരാ. നമ്മൾ പ്രതികരിക്കുകയും തിന്മയെ പുറത്താക്കുകയും നന്മയെ സാംശീകരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു വായനാ ലോകത്തിന്റെയും സാംസ്കാരിക ലോകത്തിന്റെയും ഉത്തരവാദിത്വം. അത് നമ്മൾ എന്തായാലും അത് കാട്ടിക്കൊടുക്കും. അത് ചോദ്യരൂപേണയായാലും ശരി, സന്ദേശത്തിലൂടെയായാലും ശരി, കനത്ത പ്രമേയത്തിലൂടെയായാലും ശരി, അത് കാട്ടിക്കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ മാത്രമേ വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് ഇതങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനും പുതു വായനക്കാർക്ക് അത് സ്വീകരിക്കാൻ ഉള്ള ഒരു താല്പര്യം, പ്രചോദനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹം ഇങ്ങനെ പല രീതിയിൽ അപജയം വന്ന് കെട്ടുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഒരു തരത്തിൽ ആഢ്യത്വത്തിൻ്റെതായ ജന്മിത്വത്തിൻ്റെതായ ഒരു വലിപ്പം വെച്ചുകൊണ്ട് എന്തിനേയും കീഴടക്കാമെന്നുള്ള ഒരു ബോധ്യമുണ്ടായ തലമുറ. അത് കഴിഞ്ഞ് ഇവരൊക്കെ എൻ്റെ കീഴിലാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായ ഒരു കാലഘട്ടം. അതിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത അപജയം വന്ന് ആൾക്കാർ മുഴുവൻ അങ്ങനെ വല്ലാത്തൊരു ഒരു പാതാളത്തിൽ പെട്ടുപോയൊരു കാലഘട്ടം. അവിടെ നിന്ന് അവരെ നവോത്ഥാനം ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് നവോത്ഥാന പ്രസ്ഥാനം, ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഭക്തി പ്രസ്ഥാനം. ഭക്തി പ്രസ്ഥാനത്തിലൂടെ, പക്ഷെ അതിന് പരിമിതികളുണ്ട്. ഭക്തിയിലൂടെയാണ് എന്നുള്ള ഒരു പരിമിതി ഉണ്ട്. അത് എഴുത്തച്ഛനൊക്കെ ആ രീതിയിൽ വന്നത്, പൂന്താനൊക്കെ ആ രീതിയിൽ വന്നവരാണ്. അതിലൂടെ അത് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നത് ഈ നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്ന കാലഘട്ടം. ഈ നവോത്ഥാന കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം
എൻ്റെ ഒരു ഭാഷ്യം പറയുകയാണെങ്കിൽ ആദ്യം നവോത്ഥാനം കൊണ്ടുവരുന്നത് ശങ്കരാചാര്യരുടെ കൃതികളാണ്. ശങ്കരാചാര്യർ ഇത് എഴുതി സംസ്കൃതത്തിൽ എഴുതി വെച്ചതുകൊണ്ട് പലർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. പിന്നീട് ഇതിൻ്റെ ഒരു ഭാഷ്യം തന്നെയാണ് നാരായണ ഗുരു നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തത്. അപ്പൊ അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നത്. നാരായണ ഗുരു നേരിട്ട് പലർക്കും കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കണ്ണാടിച്ചിലിന്റെ ഉള്ളിലെ ഒരു വലിയൊരു ഫിലോസഫി തിങ്കിങ്ങിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചത് നാരായണ ഗുരു തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ രചനാ വൈഭവം എന്ന് പറഞ്ഞാല് തനി മലയാളത്തിലാണ്. സംസ്കൃതം വല്ലാണ്ട് അദ്ദേഹം ഇടപഴകിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരിലും എത്തണം എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ദേവദശകം പോലെയുള്ള കൃതികൾ എടുത്തു വെച്ചവന് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒന്നാണ് ദേവദശകം പോലെയുള്ള കൃതികൾ. അതിലൊക്കെ അത് പ്രതിപാദിക്കുന്നുമുണ്ട്. അത് ഈ കുണ്ടലിനി പാട്ട് കുണ്ടലിനി എന്നുള്ള ബോധം ഉണ്ടാക്കിയിട്ട് അത് പാമ്പ് എന്ന ഒരു വല്ലാത്ത ബിംബം വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. ആടുപാമ്പേ ആടി ആടി ഈ പാമ്പ് മാറി മാറി വരികയാണ്. ആ മാറി മാറി വരുന്ന ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം ഈ ആടുപാമ്പേ എന്നുള്ള മനോഹരമായ രചനയിൽ ഗാനാത്മകമായ രചനയിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. അത് അദ്ദേഹം പ്രാക്ടിക്കലായി കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഉള്ളൂരിനെ പപ്പടം പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുത്തില്ലേ. അപ്പൊ അത്തരം ചിന്താഗതികൾ ഈ നവോത്ഥാന ചിന്ത അയ്യങ്കാളിന്റെ ആയാലും അയ്യപ്പന്റെ ആയാലും വളരെ വ്യത്യസ്തമായ ചിന്തയുള്ള കേരളത്തില് അദ്ദേഹമുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനം ഇവിടെ ഈ കവിതകളിലൊക്കെ ചെറിയ തോതിൽ ചെലുത്തിയിട്ടുണ്ട്. ചെറിയ രൂപത്തില് അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ അവരെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് സാർ. അപ്പൊ അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയല്ല, അതിൽ നിന്ന് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്റേതായ ഒരു വഴിക്ക് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാ എഴുത്തും എന്നുള്ളത് ആ കാഴ്ചപ്പാടാണ് എങ്കിൽ. അപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള യാത്രയാണ് ഞാൻ നടത്തുന്നത്. അടയാളങ്ങൾ എന്നൊരു കവിത ഞാൻ വായിച്ചു. അതിൽ നോക്കുമ്പോൾ അതിൽ കാൽപ്പനികതയുടെ ഒരു ചെറിയ അംശമുണ്ട്. പക്ഷെ അത് വായിച്ച് തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ കാൽപ്പനികതയിൽ നിന്ന് മാറി നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഗോമാരിയൊക്കെ ആദ്യകാലത്ത് ഈ കാൽപ്പനികതയും ഒരു തരം ബ്രഹ്മാത്മകതയും ഒക്കെ കൂട്ടിച്ചേർത്തൊരു പ്രത്യേക രീതിയായിരുന്നു അവരുടെ രചനാതന്ത്രം എന്ന് പറയുന്നു. ഇതിലും അതുണ്ട്. ഇവിടെ വൃത്തം മാത്രം ശ്രദ്ധ വൃത്തമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രചനാ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കവിതയെക്കുറിച്ച് എന്ത് പറയുന്നു? കവിതയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അത് സുഗതകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു കവിയത്രി. കാരണം നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു ഇതാണ്. അപ്പോൾ അവർ വിട്ടുപിരിഞ്ഞപ്പോൾ അവർക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ട പുതുതലമുറയ്ക്ക് അവരിതായിരുന്നു, അവരുടെ ചിന്ത ഇതായിരുന്നു എന്നുള്ളത്. ആ കാഴ്ചപ്പാട് ഇനി പുതുതലമുറ നിങ്ങളിൽ കൂടി ഏറ്റെടുക്കണം എന്നുള്ള ഒറ്റ ഒരു തിങ്കിങ് ഒരു മാത്രമേ ഉള്ളൂ, മാത്രമാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് പല രീതിയിലേക്കും എഴുതുമ്പോൾ അത് പല രീതിയിലേക്കും ഒരു തൂവലെങ്കിലും എന്നുള്ളൊരു പദം അതിൽ വരുന്നുണ്ടല്ലോ, അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട് എന്ന് അവർ ചെയ്തത്. അത് വരും തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ നമ്മളെപ്പോഴും സംരക്ഷിച്ച് നിർത്തണം എന്നുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഇനി വരും തലമുറ ഇല്ല. കാരണം വായു പോലും കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ ഉണ്ടല്ലോ. ഇനി നമ്മൾ സ്കൂളൊക്കെ കുട്ടികൾ, ഞാൻ 10-30 കൊല്ലം മുന്നേ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഈ ബലൂണിൽ കാറ്റും നിറച്ച് സ്കൂളുകളിൽ പോകേണ്ട അവസ്ഥ വരും. അതിലൊരു കുസൃതിയായ കുട്ടി ഒരു മുട്ടുസൂചി കൊണ്ട് അതിൽ കുത്തിയാൽ മറ്റേ കുട്ടി ഉണ്ടാവുമോ എന്നുള്ള അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് അത് കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പം തികച്ചും പരിസ്ഥിതിയെ നമ്മൾ മുറുകെ പിടിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ ഫിലോസഫി തിങ്കിങ് ആയിട്ടുള്ള കവിതയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മൃഗയ വായിച്ചു. മൃഗയിലുണ്ട്. മൃഗയില് കുറെ കൂടി തീക്ഷണമായ ഒരു ബിംബകൽപ്പനയാണ്, ഒരു രീതിയാണ്. ഞാനതിനെ
ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇടുന്നു. അത് കണ്ടാൽ നമുക്ക് പൊള്ളും അല്ലേ? കണ്ടാൽ ഒരു മനോഹരമാണ്, പുള്ളിയാണ്. പക്ഷേ അത് അറിയുന്നില്ല. ഇങ്ങനെ അറിയിക്കുക അതായത് ആ പൊള്ളലിൽ നിന്നാണ് സർ, ആ പൊള്ളലിൽ നിന്നാണ് പുതിയ തലമുറയ്ക്ക് എനിക്കും വായിക്കണം, എനിക്കും സമൂഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം, നന്മയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത ഇവിടെ ആഴം അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. പിന്നെ നമ്മൾ എഴുതുന്നല്ലാതെ വായനയുടെ അല്ലെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് വിഷൻസ് ഒക്കെ കണ്ടെത്തേണ്ടതും സമൂഹത്തിന് പകരേണ്ടതും ഒക്കെ അവരാണ്. അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മൾ എഴുതി കൊടുക്കുക, എഴുതി സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് തികച്ചും നന്മയുടെ ഒരു പാത വെട്ടി തുറക്കുക എന്ന് തന്നെയാണ് ഏതൊരു എഴുത്തിൻ്റെയും മുഖ്യ ലക്ഷ്യം. നോയിഡയിലും ഇത് തന്നെയാണ്. അതെ. വിടരും മുമ്പേ കൊഴിഞ്ഞ മുട്ടിൽ നിന്ന് അടർന്നു വീണ ചോരത്തുള്ളികൾ മണ്ണ് ഏൽക്കുമ്പോഴും കാവൽക്കാർക്കെതിരെ മുന കൂർപ്പിക്കുമ്പോഴും ഒരു പരിഭവമില്ല വാളിനും തോക്കിനും പരിഭവമില്ല എന്ന് പറയുമ്പോൾ ഒരു നിസ്സംഗത എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അത് അങ്ങേയറ്റത്തെ പ്രതിഷേധമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം. നേരത്തെ സാറ് പറഞ്ഞ ഭാവുകത്തെ തലം പറഞ്ഞല്ലോ, പുതിയ ഭാവുകത്തെ തലം. ഇപ്പൊ ഇവിടെ പൂവിനെയാണ് ഞാൻ പ്രതീകമായിട്ട് കൊണ്ടുവന്നത്. നോയിഡയിൽ നടന്നൊരു വലിയ ലോകം മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം. ആ സംഭവത്തെ ഒരു പൂവിലൂടെയാണ് സ്ഥിരമായി ഒരു പൂവ്, സൗന്ദര്യപരമായ പൂവ്, അത് പ്രായത്തിന് മുമ്പേ കൊഴിഞ്ഞു പോകുന്നത്. അത് വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവിന്റെ ചോര എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗ ഭംഗി ഉണ്ടല്ലോ സാറ്, എങ്ങനെ എനിക്കറിയില്ല. അതെ, അപ്പൊ അതാണ് ഞാൻ തികച്ചും അങ്ങനെയാണ് പ്രതീകങ്ങളെ കൊണ്ടുവന്നിട്ട് പ്രതീകങ്ങൾ കൊണ്ട് പറയിപ്പിക്കുക. എന്നിട്ട് ആ തരത്തിലുള്ള ഒരു വിഷൻസ് ആണ് സമൂഹത്തിന് അല്ലെങ്കിൽ വായനാ ലോകത്തിന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പൊ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ കാവ്യ ഭാഷയ്ക്ക് വന്ന പരിണാമം. അതെ, ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ, ഒരു പരിധി ഒരു വലിയ അളവിൽ ഉൾക്കൊള്ളാൻ ശ്രീധരന്റെ ഈ കവിതകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് ഒരു ആദ്യ വായനക്കാരൻ എന്ന നിലയ്ക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ മനസ്സിൽ നിൽക്കും. അപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് അവശേഷിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ, അത് ഒരു തരിയാണെങ്കിൽ, ഒരു ബിന്ദു ആണെങ്കിൽ, അത് മധുരമായാലും എരിവായാലും പുളിപ്പായാലും അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അകത്തുണ്ടെങ്കിൽ അത് പുറത്ത് കാണും എന്നുള്ളതാണ്. ഈ അകത്തുള്ളതിന് പുറത്ത് കാണിക്കുന്ന തന്ത്രം ഈ കവിതയിൽ ഉടനീളം ശ്രീധരൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഇത് കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ പലതരത്തിലുള്ള നവോത്ഥാനങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ച പീഡനങ്ങളിലൂടെ അതിനൊക്കെ എതിര് നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കവിതകളിലൊക്കെ. ഈ ചോദ്യകർത്താവിനെ നമുക്ക് അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ചരിത്രമുണ്ട്. അപ്പൊ ആ ചരിത്രം ആണ് എനിക്ക് ഇതിൽ ഈ കവിതകൾ ഒട്ടേറെ കവിതകളിലൂടെ വായിക്കുമ്പോഴും മനസ്സിലാകുന്ന ഒരു ഘടകം. തീർച്ചയായും ഇത് പുതിയ തലമുറയെ പ്രചോദിപ്പിക്കേണ്ട രചനാ രീതിയാണ് ഇന്ന് എനിക്ക് മനസ്സിലാകുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കവിതകൾ എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോകാവുന്ന ഒരു സംഗതിയല്ല. അതിനപ്പുറത്ത് ചിന്തനീയമായ ഒരു കാര്യങ്ങൾ അതിനടങ്ങിയിട്ടുണ്ട്. ഇത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി അക്ഷരശ്ലോകം പോലെ ചെല്ലേണ്ട സംഗതി അല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന വളരെ തീക്ഷ്ണമായ ചിന്തകളുള്ള ചിന്താദ്യോതകമായ കവിതകളാണ് കരിമ്പൻ എന്ന കവിതയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കരിമ്പൻ എന്ന പേര് പോലെ തന്നെ അത് നമ്മുടെ അകത്ത് ഒരു വലിയ പുള്ളി ഉണ്ടാക്കി തീർക്കും. ആ പുള്ളിയാണ് നമ്മുടെ ലക്ഷ്യം. ആ പുള്ളി മായ്ക്കണോ മായ്ക്കണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.